ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CSP പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ VFSൽ ബയോമെട്രിക്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒറിജിനൽ നമ്മൾ കയ്യിൽ കരുതേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒറിജിനൽ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഗൂഗിൾ സെർച്ചിലേക്ക് പോകുന്നു. ഗൂഗിൾ സെർച്ചിൽ പോയതിനു ശേഷം ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുക്കുന്നു. ജർമ്മനി അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ visa.vfsglobal.com VFSന്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതാ, ആപ്ലിക്കൻസ് ഫോർ ലോങ് ടൈം CSP കാറ്റഗറി ആർ റിക്വയർഡ് ടു അപ്ലോഡ് ദെയർ ഡോക്യുമെന്റ്സ് വിയ CSP പോർട്ടൽ. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഗൈഡിന്റെ കാര്യം പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളത്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു PDF പോകുന്നത്. ഇങ്ങനെ ഒരു PDF പോകുന്നത്. അതിൽ അതിന്റെ ഓൾറെഡി എന്തൊക്കെ പ്രൊസീജിയർ ആണെന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, വിസിറ്റ് ദ VFS ആപ്ലിക്കേഷൻ സെന്റർ കണ്ടോ, ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രിങ് യുവർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, പാസ്പോർട്ട് ആൻഡ് എനി ഒറിജിനൽ ഡോക്യുമെന്റ്സ് ലിസ്റ്റഡ് ഇൻ ദ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ്. നമ്മളിപ്പം ഹൗസ് ബിൽഡിംഗ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒറിജിനൽ പാസ്പോർട്ട്, അതുപോലെ തന്നെ 3 ഫോട്ടോഗ്രാഫ്സ്, ഷെങ്കൻ സ്പെസിഫിക് ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ നിങ്ങളുടെ ഹയസ്റ്റ് ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, +2 ആണെങ്കിൽ +2, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ ജർമ്മൻ ലാംഗ്വേജിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് ഒറിജിനൽ കോൺട്രാക്ട് ജർമ്മനിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. PDF അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഒറിജിനൽ ആയിട്ട് വേണ്ടത്. നിങ്ങളും VFSൽ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.